എസ്റ്റർ ഇപ്പോൾ ലൈക്ക് 24 years ആണ്. നമ്മൾ എസ്റ്ററിനെ കാണുന്നത് ബിഫോർ യുവർ ടീനേജ് ഐ ഗസ്. സോ എനിക്ക് ഇപ്പം എസ്റ്റർ ആസ് എ യങ്സ്റ്റർ ഇപ്പം നോക്കുമ്പോൾ എസ്റ്റർ ആസ് എ യങ്സ്റ്റർ ദാറ്റ്സ് നൈസ്. ഓക്കെ, നോക്കുന്ന സമയത്ത് നമ്മൾ ബാക്കിൽ ടീനേജ് കാലഘട്ടത്തിൽ ഒബ്വിയസ്ലി ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇറ്റ് വെൻ റൈറ്റ് എന്ന് നമ്മൾ സംസാരിച്ചു. സോ ലൈക്ക് ഇഫ് യു തോട്ട് അബൌട്ട് യുവർ ടീനേജ്, എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം എസ്റ്ററിനെ ഇപ്പോഴും ഓ ഐ ഡിഡ് ദാറ്റ് റിയലി എന്ന് തോന്നുന്ന എന്തെങ്കിലും, അല്ലെങ്കിൽ ചില സമയത്ത് ഓ ഞാൻ അന്ന് അത് ചെയ്തൊരു കാര്യം നല്ലതായിരുന്നു. ലുക്കിംഗ് ബാക്ക് ടു യുവർ ടീനേജ് ഒരു സമ്മറൈസ് ചെയ്ത് ഒരു 10ൽ എത്ര മാർക്ക് കൊടുക്കും? ആൻഡ് ടോട്ടൽ യുവർ എക്സ്പീരിയൻസ് ഓഫ് യുവർ ടീനേജ് എങ്ങനെയായിരുന്നു? ഓക്കെ, സത്യം പറഞ്ഞാൽ ഞാനൊരു അത്യാവശ്യം ഹാപ്പി ആയിട്ടുള്ള ഒരു ടീനേജർ ആയിരുന്നു. നല്ല മാർക്ക് കൊടുക്കാം, നമുക്കൊരു 8.5 വേണമെങ്കിൽ കൊടുക്കാം. ഐ ആക്ച്വലി എന്താ പറയുക, എനിക്ക് ഒരു ഐ വുഡ് ലൈക്ക് ടു കീപ് മൈ ടീനേജ് സെൽഫ് ക്ലോസ് ടു മൈ ഹാർട്ട്. കുറച്ചുകൂടി ഈസി ആയിട്ട് ഐ ഷുഡ് ഹാവ് ഗോൺ ഈസി ഓൺ മൈ സെൽഫ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ചധികം ഐ ബിൻ ലൈക്ക് റിയലി ഹാർഡ് ഓൺ മൈ സെൽഫ്. പെർഫോം ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ പേരൻസിൻ്റെ എക്സ്പെക്റ്റേഷനിൽ അവരെപ്പോഴും പ്രൗഡ് ആക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒരു ഈ പറഞ്ഞ പോലെ സൂപ്പർ കൂൾ പേഴ്സണാലിറ്റി ആവാനൊക്കെ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടോന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഒരു മണ്ടൻ ടീനേജറായിട്ട് നടന്നാലും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഐ മീൻ ഐ വുഡ് ലൈക്ക് ടു ഗോ ഈസി ഓൺ മൈ സെൽഫ്. അപ്പോൾ അത് തന്നെ ഐ എം റിയലി പ്രൗഡ് ഓഫ് മൈ സെൽഫ്. കാരണം ഞാൻ ആ പ്രായത്തിൽ എനിക്ക് തോന്നുന്നു ടു മൈ 21-year-old സെൽഫ് എന്നൊക്കെ പറഞ്ഞ് കത്തൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ വായിക്കുമ്പോൾ ഞാനിങ്ങനെ ഇത് ഭയങ്കര അടിപൊളിയായിരുന്നല്ലോ ഈ 18-year-old എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും. ടീനേജർ ആയിരുന്നെങ്കിലും ഭയങ്കര ഒരു ബിൻ എ ബിഗ് സ്ട്രെങ്ത് ടു മൈ സെൽഫ്. ലൈക്ക് എപ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ തന്നെയായിരുന്നു എന്നുള്ള പോലെ. ഈ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കത്തുകൾ എഴുതും. ഐ ഡോണ്ട് നോ, ഇങ്ങനെ ഹേർഡിൽസ് ഒക്കെ വരുമ്പം അതിനെ എനിക്ക് തോന്നുന്നു എൻ്റെ ഫ്രണ്ട് സർക്കിളോ എൻ്റെ എഡ്യൂക്കേഷനോ ഒന്നും ആയിരുന്നില്ല എൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ പേരൻസ്, എൻ്റെ ഫാമിലി എന്ന് പറയുന്നതായിരുന്നു. നമ്മൾ ഇമോഷണലി എഫക്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യം ഫാമിലി ആയിരുന്നു. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ചാലഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ ബാറ്റിൽസ് എപ്പോഴും സ്ട്രഗിൾസ് വരുമ്പം ഞാൻ എന്നോട് തന്നെ എഴുതിയിരുന്ന ലെറ്റേഴ്സാണ്. കുഴപ്പമില്ല, ഇതൊക്കെ നമ്മളൊരു നല്ല അച്ചീവ്മെൻറ്റ്സിലേക്ക് വരുമ്പോൾ ശരിയാവും, ആൻഡ് യു ഡൂയിങ് എ ഗുഡ് ജോബ്. അങ്ങനെ ഞാൻ തന്നെ എൻ്റെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ എഴുതി, അല്ലെങ്കിൽ എൻ്റെ നല്ല കാര്യങ്ങളൊക്കെ എഴുതി ഞാൻ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന പോലെയൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. സോ I think I did a pretty good job as a teenager. Pat on my shoulder. I think I was okay. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു മീഡിയയിൽ ഉണ്ടായിരുന്നുകൊണ്ടും പീപ്പിൾ റിയലി ഗോ എന്താ പറയുക ഹാഷ് ഓൺ യു. അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് വരുമ്പം നമ്മൾ സംസാരിക്കുന്ന രീതി, അല്ലെങ്കിൽ ചെറിയ കുട്ടി വലിയ വായിൽ വർത്താനം പറയുക എന്നൊക്കെ പറഞ്ഞ ആൾക്കാരിങ്ങനെ കോമൻസ് ഇടും, കമ്പാരിസൺ ചെയ്യും, കാണാനുള്ള ഭംഗിയുടെ കാര്യത്തിൽ കമ്പാരിസൺ ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മളെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിൽ നിന്നൊക്കെ വിട്ട് ഞാനിങ്ങനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിങ്ങനെ നിന്നതിൽ ഐ എം റിയലി ഹാപ്പി ആസ് എ ടീനേജർ. സ്കൂളാണെങ്കിലും കോളേജ് ആണെങ്കിലും ഒത്തിരി നല്ല മെമ്മറീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സോ ഐ വാസ് എ പ്രിറ്റി ഹാപ്പി decent teenager with fair share of struggles and emotional this and that, I would say. ഇത്രയും ഒരു കംഫർട്ടബിൾ ഒരു സിറ്റുവേഷനിൽ ഒരു ഗേൾ ആസ് എ ഗേൾ വളരാന്ന് പറയുന്നതും, അതായത് ആ ഒരു മൊത്തത്തിലുള്ള ലവ് എഫെക്ഷനിൽ വളരാന്ന് പറയുന്നതും ഹൗ ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത് എസ്റ്റർ എന്താ എങ്ങനെ ഫീൽ ചെയ്യുന്നത്? അത് നമ്മളെല്ലാ മനുഷ്യർക്കും വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. ഈ പറഞ്ഞ ബേസിക് ഹ്യൂമൻ നീഡ്സ് ആണല്ലോ ആൾക്കാർ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുക, എസ്പെഷ്യലി നമ്മുടെ പേരൻസ് കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ നമ്മളെ സ്നേഹത്തോടെ മോനെ മോളെ എന്ന് വിളിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന പലരുടെയും പ്രശ്നം തന്നെ അങ്ങനെ, അച്ഛൻ ഇമോഷണലി അൺഅവൈലബിൾ ആയിരുന്നു, അല്ലെങ്കിൽ അമ്മ അൺഅവൈലബിൾ ആയിരുന്നു എന്നൊക്കെ പറയുന്നതല്ലേ എല്ലാ ആൾക്കാരുടെ ജീവിതത്തിലും ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം. പക്ഷേ ദ ഗുഡ് തിങ് ഇസ് ഇനി വരുന്ന ജനറേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ജനറേഷൻ വളരെ തോട്ട്ഫുള്ളാണ് ഇങ്ങനത്തെ കാര്യത്തിൽ. ജെൻറ്റിൽ പേരൻറ്റിങ് ആണ്, അല്ലെങ്കിൽ കുട്ടികളുടെ മുമ്പിൽ നിന്ന് അഫെക്ഷൻ കാണിക്കാൻ അവർ ഓക്കെയാണ്. ബിക്കോസ് കുട്ടികൾ ഇതെല്ലാം അറിഞ്ഞ് വളരുന്നുള്ളത് കൊണ്ട്. ഐ ഹാവ് ബിൻ ലക്കി വിത്ത്, ഇപ്പം എൻ്റെ പേരൻസ് അങ്ങനെ ഒരു ഫ്ലോസും ഇല്ലാത്ത മനുഷ്യരൊന്നുമല്ല, അവർക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ കാര്യത്തിൽ അവർ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു വേറെ പേരൻസിനെ വെച്ച് നോക്കുമ്പം. അവരിങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും അവർക്ക് പ്രത്യേകിച്ച് മടിയോ അല്ലെങ്കിൽ ആരും മടിക്കുന്ന ടോപ്പിക്സിനെ പറ്റി സംസാരിക്കാൻ അവരങ്ങനെ ഷൈ അവേ ഒന്നും ചെയ്ത് കണ്ടിട്ടില്ല. അതുകൊണ്ട് we've all had that space to actually learn and grow in love. ഞങ്ങൾക്കാണെങ്കിലും ലൈഫിൽ നമുക്ക് ഇഷ്ടമുള്ളവരെ പ്രണയിക്കാനും ഇഷ്ടമുള്ള പോലെ ജീവിക്കാനൊക്കെ ഒരു സ്പേസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികൾക്ക് അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എപ്പോഴും ഇങ്ങനെ സപ്രസ് ചെയ്താണല്ലോ ബോയ്സ് പൊതുവെ വളരുന്നത്, ഒരു ഇമോഷൻസ് ഒന്നും കാണിക്കാതെ, അല്ലെങ്കിൽ ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ, അങ്ങനെ ബോട്ടിൽ അപ്പ് ചെയ്ത്. അപ്പം കുറച്ചും കൂടെ അഫെക്ഷൻ കാണിക്കാനും കെട്ടാനും കൊടുക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ
would be, the world itself would be a much better place. ഗ്రేറ്റ്.